ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരു വിജാതീയ സ്ത്രീയെയും യേശുവിനെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. സിറോഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായ ഒരമ്മയും ഈശോയും. അവളുടെ ആഴമേറിയ വിശ്വാസമാണ് അവളുടെ മകളിൽ ഉണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കുവാനുള്ള ഈശോയുടെ തീരുമാനം. ഈശോ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. തന്നെ ആരും അറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഉടൻ തന്നെ അവനെക്കുറിച്ച് കേട്ടറിഞ്ഞ് സിറോഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായ ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണു. അശുദ്ധാത്മാവ് ബാധിച്ച എൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്നാണ് അവളുടെ അഭ്യർത്ഥന. അത് കേട്ട് ഈശോ അവരോട് പറയുകയാണ്, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കാറില്ല. ഇവിടെ മക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ ജനത്തെക്കുറിച്ചാണ്. ഇസ്രയേൽ ജനത്തിൻ്റെ ചിന്ത, ഞങ്ങൾ ദൈവവുമായി സംസർഗിക്കുവാൻ അല്ലെങ്കിൽ സഹവസിക്കുവാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ കാരുണ്യവും നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവിക ജീവൻ സൗജന്യമായ ദാനമാണ്. ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലുന്നവർക്കെല്ലാവർക്കും ആ സൗജന്യമായ ജീവൻ ലഭിക്കും. ഈ സൗജന്യമായ ജീവൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ വ്യാധികളിൽ നിന്നും എല്ലാ രോഗത്തിൽ നിന്നും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈശോ അപ്രകാരം പറയുന്നത്, മക്കൾക്ക് അവിടുന്ന് അപ്പം കൊടുക്കുന്നു, അവർ ആദ്യമേ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ. അപ്പോൾ സിറോഫിനീഷ്യ സ്ത്രീ പറയുന്ന വാക്കുണ്ട്, നായ്ക്കളും മേശയുടെ അടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ദൈവമക്കൾ ഭക്ഷിക്കുന്ന മേശപ്പുറത്ത് നിന്ന് കഴിക്കുന്ന ഭക്ഷണം താഴെ വീഴുമ്പോൾ അത് നായ്ക്കളും കഴിച്ച് തൃപ്തി അടയുന്നുണ്ട്. അവളുടെ ഈ ആഴമേറിയ വിശ്വാസം കണ്ട് ഈശോ അവരോട് പറയുന്നുണ്ട്, ഈ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക. നിന്റെ മകളിൽ നിന്ന് പിശാച് പുറത്തു പോയിരിക്കുന്നു. അവളുടെ ആഴമേറിയ വിശ്വാസമാണ് ഈശോ അവളെ നോക്കി പറയുന്നത്, ഈ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അവൾ ഭവനത്തിലേക്ക് പോയി തൻ്റെ മകൾ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. പിശാച് അവളെ വിട്ടുപോയി. സ്നേഹമുള്ളവരെ, അവളുടെ ആഴമേറിയ വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് നടക്കുക മാത്രമല്ല, ഈശോയുടെ മുമ്പിൽ വന്ന് അവളുടെ വിശ്വാസം അവൾ ഏറ്റുപറയുകയും കൂടിയാണ്. നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, ദൈവം ആരാണെന്ന് നമ്മൾക്കറിയാം. അതുമായി ജീവിച്ചാൽ മാത്രം പോരാ, ദൈവസന്നിധിയിലെത്തി നിന്റെ വിശ്വാസം ഏറ്റുപറയപ്പെടണം. അപ്പോൾ നീ ആഗ്രഹിക്കാത്തതുമായ നിന്റെ ജീവിതത്തെ നല്ലത് നടക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം നിന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയും. സാത്താനെ പുറത്തു പോകുക എന്നൊരു വാക്കുപോലും ഈശോട് പറഞ്ഞില്ല. നിന്റെ വാക്കുമൂലം നീ പോയിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്.
അതാണ് ദൈവമക്കൾക്ക് മാത്രമല്ല വിജാതികർക്കും രക്ഷ ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നും അത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണെന്നും ദൈവ കരുണയുടെ മഹത്വമാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുക. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ മഹത്വം. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും രക്ഷ അനുഭവിച്ചറിയുമ്പോൾ അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുകയും അത് ഏറ്റുപറയപ്പെടുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പൈശാചികമായ പീഡകളിൽ നിന്നും ഈശോ നമ്മളെ രക്ഷിക്കും. ആഴമേറിയ വിശ്വാസം നമ്മൾ ജ്വലിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്.